ജിൻഡോയും അഭിഷേകും ലൈവിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞ ഗെയിമുകളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അവിടെ 11 പോയിന്റുകളാണ് അഭിഷേകിനുള്ളത്, 6 പോയിന്റുകളാണ് ജിൻഡോയ്ക്കുള്ളത്. അപ്പോൾ അഭിഷേകിനെ കവർ ചെയ്യാനായിട്ട് അത്ര എളുപ്പമാവില്ല അല്ലേ എന്നാണ് ജിൻഡോ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജിൻഡോ പറയുന്നുണ്ട്, എനിക്ക് ഈ പോയിന്റ് ഒന്നും വേണ്ട ഫിനാലയിലേക്ക് എത്താൻ എന്ന് എനിക്കറിയാം. ഇപ്പം നിനക്കായാലും അത് വേണ്ട, നിനക്ക് വേണ്ട, ഋഷിക്ക് വേണ്ട, എനിക്ക് വേണ്ട എന്നൊക്കെ എനിക്കറിയാം, ഈ പോയിന്റ് കിട്ടിയിട്ട് വേണ്ട എന്നുള്ളത്. പക്ഷെ അർജുന്റെ കാര്യം ഇത്തിരി പേടിയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അഭിഷേകിന്റെ അടുത്ത്. അപ്പോൾ റിസ്കിലാണ് എന്ന് അഭിഷേക് പറയുന്നുണ്ട്. എനിക്കും തോന്നുന്നുണ്ട് അർജുൻ ഭയങ്കര റിസ്കിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീതും ഭയങ്കര റിസ്കിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അവിടെ ജിൻഡോ പറയുന്നുണ്ട്. അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, ശ്രീതും റിസ്കിലൊക്കെ തന്നെ, പക്ഷേ അവിടെ അർജുനെ വെച്ച് നോക്കുന്ന സമയത്ത് അർജുനാണ് കൂടുതൽ റിസ്കിൽ നിൽക്കുന്നത് ശ്രീതുവിനേക്കാളും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ജിൻഡോ പറയുന്നുണ്ട്, എനിക്ക് പക്ഷെ നേരെ തിരിച്ചാണ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അഭിഷേക് പറയുന്നത്, അർജുനെയും ശ്രീതുവിനെയും വെച്ച് നോക്കുന്ന സമയത്ത് അർജുനാണ് കൂടുതൽ റിസ്കിൽ നിൽക്കുന്നത്, ശ്രീതുവിനെ അത്രയും റിസ്ക് ഇല്ല. അത് നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവും. ഒരു ഹ്യൂജ് ഫാൻ ബേസ് ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് തന്നെ ശ്രീതുവിന് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീതുവിനെ വെച്ച് നോക്കുന്ന സമയത്ത് അർജുനാണ് കൂടുതൽ റിസ്കിൽ നിൽക്കുന്നത് എന്നാണ് അഭിഷേക് അവിടെ പറയുന്നത്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയല്ല, എനിക്ക് നേരെ തിരിച്ചാ തോന്നിയിരിക്കുന്നത്. അവൻ ഫസ്റ്റ് തന്നെ ക്യാപ്റ്റനൊക്കെ ആവാൻ കഴിഞ്ഞതുകൊണ്ട് അവനൊരു ഫാൻസ് ബേസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നാണ് ഞാൻ കരുതിയത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ന് അവിടെ ജിൻഡോ പറയുന്നുണ്ട്. അഭിഷേക് പറയുന്നത് അല്ല എന്നുമാണ്. ഇതുവരെ കഴിഞ്ഞ 5 ടാസ്കുകളിൽ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് അഭിഷേകാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ജിൻഡോയാണ് 6 പോയിന്റോട് കൂടിയിട്ട്. അവിടെ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് സായിയും 4ാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് അർജുനാണ്. എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം, ഇനിയും ഗെയിമുകൾ വരുന്നുണ്ട്. അവിടെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു പോയിന്റിൽ പൊസിഷനിൽ എത്തി നിൽക്കുന്നത് അഭിഷേക് മാത്രമാണ് 11 പോയിന്റുമായിട്ട്. അത്ര പെട്ടെന്ന് ആർക്കും തന്നെ അഭിഷേകിനെ കവർ ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു ലെവലിൽ ഇപ്പോൾ അഭിഷേക് ഓൾറെഡി എത്തിയിട്ടുണ്ട്.